ഈ കാക്കിക്കുപ്പായം ദേഹത്ത് കയറിയ പിന്നെ ഞങ്ങൾക്ക് ഫുൾ ടൈം സംശയ. വാ, ആരെയും ഏത് സമയത്തും ഡൗട്ട് അടിക്കാനുള്ള ലൈസൻസും കൂടിയാണല്ലോ ഈ കുപ്പായം. ആ സമയത്ത് ഇവനെ ബസ് സ്റ്റാൻഡിൽ കണ്ടപ്പോ പഴയ ഇടപാട് വീണ്ടും തുടങ്ങിയെന്ന് സംശയിച്ചു. അടുത്തൊന്ന് നോക്കിയപ്പോഴാ കക്ഷി സ്കൂൾ ബാഗും കെട്ടിപ്പിടിച്ചിരുന്ന് കരയ. ഞാൻ പരീക്ഷ എഴുതിക്കോട്ടെ മാഷെ. മുമ്പൊരിക്കൽ ഈ മാഷ് സ്റ്റേഷനിൽ വന്ന് ഇവന് വേണ്ടി എന്നോട് വക്കാലത്ത് പറഞ്ഞത്. അന്ന് ഇവൻ ഒരിക്കലും നന്നാവില്ലെന്ന് ഞാൻ മുദ്രകുത്തി. പക്ഷേ അത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നു. മേലാഫീസർമാരെ സല്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ, അത് നിയമം. പക്ഷേ ഇന്ന് ഞാനത് തെറ്റിക്കുക. വിനയൻ മാഷുക്ക് എന്റെ വക ഒരു സല്യൂട്ട്. ഇപ്പൊ ശരിക്കും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾ നന്നാവും, നല്ല നിലയിലെത്തും. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിരിഞ്ഞു പോകുന്ന വേളയിൽ എല്ലാറ്റിനും മാപ്പി ചോദിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കണം. ഇനി സംസാരിക്കാൻ നമ്മുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ കുറുപ്പ് മാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 10-14 കൊല്ലമായി ഇതുപോലൊരു പാർട്ടിക്ക് ചായ കൊടുത്തിട്ട്. അന്നൊക്കെ ക്രിസ്മസ് കഴിഞ്ഞാൽ പിള്ളേരുടെ വക മിഠായിയും കേക്കും ഡെയിലി ഉണ്ടാവും. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുവാ. മുട്ടായി തരുമ്പോഴല്ലേ സുധാരേട്ടൻ രമണിക്കൊക്കെ കൈക്ക് പിടിച്ച് പുരുവാനായത്. ആ പിടിമുറുകി രമണി കഴുത്തിലുമായി, പിള്ളേര് 3 എടാ നീ പൻസാരയിട്ടാ എന്തിന്? ലഡു തിന്നിട്ട് ചായ കുടിച്ചാ പോരെ? മോന്തായം വളഞ്ഞാൽ 64 വളയുമെന്ന് ഇയാള് പറഞ്ഞപ്പോ പട്ടിയുടെ വാല് കുഴലിട്ട് നിവർക്കാൻ വന്ന എന്റെ മോൻ വിഷ്ണുവിനെ പോലൊരു വിഡ്ഢി എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ ഈ ആശാൻ കുഴലില്ലാതെ വാല് മാത്രമല്ല, നിങ്ങൾ വിദ്യാർത്ഥികളുടെയും ഞങ്ങൾ അധ്യാപകരുടെയും നട്ടെല്ല് നിവർത്തിയെടുക്കുകയും ചെയ്തു. കാരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കലാന്തരെ കയ്പ് ശവിപ്പതുണ്ടോ എന്നുള്ള കവിവാക്യം തെറ്റാണ്. നല്ല നാടൻ പയ്യന്റെ വെള്ളം ചേർക്കാത്ത ശുദ്ധമായ പാലിൽ കരിക്കട്ട ഇട്ടാൽ അത് വെളുത്തു വരും. അത് ഈ വിനേന്ദ്ര മാഷ് തെളിയിച്ചു. കുട്ടികൾക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് സ്റ്റാഫ് സെക്രട്ടറി ശ്രീധരൻ മാഷെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ചെല്ലു മാഷേ, ചെല്ലേ. പ്രിയപ്പെട്ട കുട്ടികളെ, വല്ലാത്തൊരു കുറ്റബോധത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം തെറ്റുകൾ ചെയ്ത നിങ്ങളല്ല, ഞാനാണ്, ഞങ്ങളാണ്. SSLC പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി ഞാൻ തുടർന്ന് പഠിക്കാൻ നിവൃത്തിയില്ലാതെ ചായപ്പിടിയിൽ പൊറോട്ട അടിക്കുന്ന പണിക്ക് പോയി. അവിടുന്ന് എന്നെ വിളിച്ചുകൊണ്ടുപോയി കോളേജ് ചേർത്തത് എൻ്റെ കണക്ക് മാഷായിരുന്നു. അദ്ദേഹം കാരണമാണ് ഞാൻ ഈ നിലയിലെത്തിയത്. പക്ഷേ ഞാനൊരു അധ്യാപകനായപ്പോ എല്ലാം മറന്നു. ഈ സ്കൂളിൽ ഞാൻ വന്നിട്ട് 11 കൊല്ലങ്ങളായി. പുതിയ പാഠ്യപദ്ധതിയെപ്പറ്റി, വിദ്യാഭ്യാസ കച്ചവടത്തെപ്പറ്റി ലേഖനങ്ങൾ എഴുതി പ്രസംഗിച്ചു. പക്ഷേ നിങ്ങൾ കുട്ടികളുടെ ഭാവിയെപ്പറ്റി ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. അതിന് വിനയേന്ദ്ര മാഷ് വേണ്ടി വന്നു. നിങ്ങളെ അനുഗ്രഹിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. നിങ്ങൾ നന്നാവും, വലിയ നിലയിലെത്തും. എല്ലാവരും ചിരിച്ചേ, ഒന്ന് ചിരിച്ചു കൊടുക്കണോ?
എങ്ങനെയുണ്ടായിരുന്നു? ക്വസ്റ്റ്യൻ പേപ്പറുകൾ സൂക്ഷിക്കണം, പിന്നീട് റെഫറൻസിന് ആവശ്യം വരും. ഏതായാലും കണക്കിനോടുള്ള പേടി മാറിയില്ലേ? എന്താ രാധാഷ ബേക്കറി സാധനങ്ങളൊക്കെ ആയിട്ട്? ഒടുവിൽ സുന്ദരി ടീച്ചറുടെ പ്രോഗ്രസ് കാർഡിലും പച്ചമഷി വീണു മാഷേ. അപ്പൊ ഞങ്ങളുടെ നേരം പോക്കൊക്കെ വീട്ടിൽ ഒന്ന് പറയാറുണ്ടായിരുന്നല്ലേ? എന്തായാലും കുട്ടികളുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ടീച്ചർ പാസ്സായല്ലോ. ടീച്ചർക്ക് G+ വേണോ B+ വേണോ? മനസ്സിലായില്ലേ? ഗേൾ വേണോ ബോയ് വേണോ? എല്ലാരും സുഖല്ലേ? മിനിസ്റ്റർ ഇത്തവണ വലിയ സന്തോഷത്തിലാണല്ലോ. അതേടോ, സന്തോഷത്തിൽ തന്നെയാ. കഴിഞ്ഞ 3 വർഷങ്ങളായി നിങ്ങൾ എന്നെ മുളക് തേച്ച് എണ്ണയിലിട്ട് പൊരിക്കാറില്ലേ? ഇത്തവണ ആ എണ്ണയും മുളകും വേസ്റ്റ്. അതെന്താ സർ? റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമുക്കതങ്ങ് പറയാം, അല്ലേ കരീം? അതെ സാർ. നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ ആ സ്കൂളുണ്ടല്ലോ, എന്റെ മണ്ഡലത്തിലെ ഞാൻ പഠിച്ച എന്റെ സ്വന്തം സ്കൂൾ, വണ്ണാമല ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ. പരീക്ഷ എഴുതിയ 12 കുട്ടികളും A+ കൂടി വിജയം നേടിയിരിക്കുന്നു. അതായത് 100% വിജയം. അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ഞാനത് പ്രഖ്യാപിക്കുകയാണ്. സദ്യ വിളമ്പി കരണ്ടേട്ടൻ ഒരു വഴിയാവുമല്ലോ. ഇപ്പോഴല്ലേ പ്രസിഡന്റ് ഞാൻ ശരിയായ വഴിയിലെത്തിയത്? മനസ്സിലായില്ലേ? ഇവളുടെ കല്യാണത്തിന് ഈ ജോത്സ്യർ ദിവസം കുറിച്ച് തന്നത് ഇന്നായിരുന്നു. വിനയം മാഷ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നാട് മുഴുവൻ വിജയം ആഘോഷിക്കുമ്പോ എന്റെ മോള് സാരി സദ്യയേക്കാൾ ക്ഷേമം ഈ വിജയസദ്യ തന്നെയാ. ഇത്തിരി സാമ്പാറും കൂടെ ഒഴിച്ചേ. സാമ്പാറല്ലേ ഒഴിച്ചിരിക്കുന്നത്? ഇത് സാമ്പാറല്ല, പായസമാണ്. വണ്ണാൻമല നാടിന്റെ അഭിമാനമായി മാറിയ വിനയചന്ദ്രൻ മാഷിനും വിജയികളായ 12 കുട്ടികൾക്കും വണ്ണാൻമല പൗരസമിതി നൽകുന്ന ആവേശോജ്വലമായ സ്വീകരണം വണ്ണാൻമല ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ വെച്ച് ബഹുമാനപ്പെട്ട സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ പാലിയം സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന മഹാസമ്മേളനത്തിൽ വിജയികളെയും വിനയേന്ദ്രൻ മാഷിനെയും ആദരിക്കുന്നു. ചൂടുവെള്ളം കോരി ഒഴിക്കും. വരുന്നു. ഇവിടെ അപ്പൊന്നുമില്ല, ഉള്ളത് കഴിക്കും. അതെ, എല്ലാവരും ഇവിടെ കിടന്ന് ബഹളം വെച്ചിരുന്ന കാര്യമില്ല. കുറച്ചുകൂടെ മാറിയിരിക്കും. കടുപ്പം കൂട്ടി കടുപ്പം കുറച്ച് ഞാനൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ. എന്റെ ചായ തന്നെ വേണമെന്ന് നിർബന്ധം പോയിട്ട് നാളെ അല്ല പിന്നെ അവൻ ചിങ്കാരി വെള്ളം കാണാൻ പോയിരിക്കുക. ടീച്ചറെ, ശരീരം അധികം ഇളക്കണ്ട, ഉള്ളിൽ ഒരാൾ പ്രോഗ്രസ് ചെയ്യണ്ട. കറങ്ങി കറങ്ങി അല്ല മാഷേ, നിങ്ങളുടെ ബീവിമാർ തമ്മിൽ ഒത്തുതീർപ്പിലായ? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്റെ തലവേദന മാറി. അതെന്താ? എന്റെ മക്കളെ മുഴുവൻ ഈ സ്കൂളിൽ പഠിപ്പിക്കാന്ന് ബീവിമാരെ വെച്ച് സമ്മതിച്ചു. അപ്പൊ സ്കൂള് നിറഞ്ഞു. നിറയ്ക്കാം.
എത്തിയല്ലോ എന്റെ മോനാ. ഇതെന്റെ ഫാദർ, ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. ഓ, ഞാൻ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചല്ലോ. ഇവരൊക്കെ ഞങ്ങള് വിഷ്ണുവിന്റെ കമ്പനിയിലെ ലേബേഴ്സാ. ഞങ്ങളും കൂടി ചേർന്ന ഈ സ്കൂളിന് പണ്ട് വട്ടപ്പൂജ ഉണ്ടായി കൊടുത്തത്. ടിവിയില് നമ്മുടെ സ്കൂളിന്റെ വിജയവാർത്ത കണ്ടപ്പം ഞങ്ങൾക്ക് ശരിക്കും സന്തോഷമായി സാർ. സ്കൂളിന്റെ വെൽഫെയർ ഫണ്ടിലേക്ക് ഞങ്ങൾ എല്ലാരും കൂടി പിരിച്ചെടുത്ത ചെറിയൊരു തുകയാ. സാർ ഇത് വാങ്ങണം. ഇത് സ്റ്റേജില് മന്ത്രിയുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ വിനയേന്ദ്ര മാസ്റ്റർ കൈ കൊടുത്താൽ മതി. എവിടെ അച്ഛാ ഞങ്ങളുടെ ഹീറോ? പ്രിയമുള്ളവരെ, ഈ നാടിന്റെ അഭിമാനമായി മാറിയ ശ്രീ വിനയചന്ദ്രൻ എന്ന വിജയചന്ദ്രനെയും ഈ സ്കൂളിലെ വിജയികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നാടിന്റെ അഭിമാനം വിനയചന്ദ്രൻ, വിജയിക്ക വിജയിക്ക വിനയചന്ദ്രൻ. അതാ മന്ത്രി വന്നു. ഈ നാടിന്റെ MLA-യും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുമായ ശ്രീ പാലിയം സുരേന്ദ്രൻ ഇതാ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോ ചത്താനും പറ്റില്ല. അതെന്താ എൽദോസേ അങ്ങനെ? ഇന്നെങ്കിലും നേരത്തെ വന്നല്ലോ. പ്രിയമുള്ളവരെ, ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പ്രിയങ്കരനായ ശ്രീ വിനയചന്ദ്രൻ ഈ വേദിയിൽ എത്തിച്ചേരുന്നതാണ്. അതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന്. എന്തായി? എല്ലാരും ചോദിച്ചു തുടങ്ങി. മാഷ കിട്ടിയോ? ഇല്ല, ഔട്ട് ഓഫ് റേഞ്ചാ. ഇനി മാഷിന് ഡേറ്റ് മാറിയോ എന്തോ? വാ, നമുക്ക് ബസ്റ്റാൻഡിൽ പോയി നോക്കാം. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ അഭിമാനകരമായ ഈ ചടങ്ങിന് കാരണക്കാരനായ നിമിത്തമായ എന്താണോ മിനിസ്റ്റർ വന്നു? മിനിസ്റ്റർ എപ്പോഴെങ്കിലും എത്തിക്കോട്ടെ. ആ വിനയേന്ദ്രൻ എവിടെ? വിനയേന്ദ്രൻ ഉണ്ടല്ലോ. എവിടെ? അവിടെ അല്ല. എടോ വിനയചന്ദ്രൻ, സാർ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഈ HM എന്താ മൂട് കളഞ്ഞ അണ്ണാനെ പോലെ? പ്രോഗ്രാം തുടങ്ങണ്ടേ? വിനേന്ദ്രൻ മാഷ് ഇതുവരെ എത്തിയില്ല. എത്തിയില്ലേ? ഇപ്പൊ തന്നെ സമയം വൈകി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? വിനയേന്ദ്രൻ എവിടെ ചോദിച്ചാൽ DO അവിടെ കയറി പൊട്ടിക്കുക. ഫോൺ ഇത്ര നേരം റിങ് ചെയ്തിരുന്നതാ, പക്ഷെ ഇപ്പൊ സ്വിച്ച് ഓഫാ. മാഷ് ബസ് ഇറങ്ങി വരുന്നത് ആ കുഞ്ചച്ച കണ്ടതാ. പിന്നെ ഈ മാഷ് ഇതെവിടെ പോയി? നാട് മുഴുവൻ മാഷെ അനുമോദിക്കാൻ അവിടെ കാത്തു നിൽക്കുക. എന്നെ അനുമോദിക്കേണ്ട ആള് ഇവിടെയാണ് സർ. ഈ നാടിന്റെ മുഴുവൻ ശാപവും ഏറ്റുവാങ്ങി എന്നെ വിട്ടുപോയ എന്റെ അച്ഛൻ. ആ ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. എനിക്കത് മതി. ഞാൻ പറഞ്ഞില്ലേ സർ, ഒരു ദിവസം മന്ത്രിയെ കൊണ്ട് പൊന്നാട അണിയിക്കുമെന്ന്. ഇതറിയിക്കുന്നത് മാഷ അല്ല. ഞാൻ ഒന്ന് ഒതുങ്ങിയിരിക്കണേ. ഒന്ന് മാറി. താൻ എങ്ങനാടോ ഇത് സാധിച്ചത്? എന്ത് മാജിക്കാ താൻ കാട്ടിയത്?
ഞാൻ മാജിക് ഒന്നും കാണിച്ചില്ല സർ. ഞാൻ ഇവരെ സ്നേഹിച്ചു. ഇവരെന്നെയും.